ഡൊമിനിയോ ദീപക്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ആവശ്യമായിട്ട് ഒന്ന് കൊല്ലം വരെ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൊല്ലം ചിന്നക്കടയ്ക്ക് തൊട്ടടുത്തുള്ള ശങ്കേഴ്സ് ഹോസ്പിറ്റലിന്റെ വളരെ അടുത്തായിട്ടാണ് ശ്രീ ആനന്ദഭവൻ എന്ന് പറയുന്ന പ്യൂർ ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. മസാല ദോശയാണ് കഴിച്ചത്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നാഷണൽ ഹൈവേ 744, അതായത് കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലോട്ട് പോകുന്ന ആ നാഷണൽ ഹൈവേയിൽ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ എത്തുന്നതിന് തൊട്ട് മുന്നേ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ആനന്ദ ഭവൻസ് എന്ന് പറയുന്ന പ്യൂർ ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് മുകളിലും താഴെയായിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ്. അതുപോലെ റൈറ്റ് സൈഡിൽ അവിടെ നിറയെ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാത്തത്. അവിടെയും ഒരു റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഒരു ജ്യൂസ് കൗണ്ടറും ഒക്കെ കാണാം. അവരുടെ പ്രൈസ് ലിസ്റ്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്കത് മനസ്സിലാവും. ഞാൻ മസാല ദോശ കഴിക്കാനായിട്ടാണ് വന്നതെങ്കിലേ ആദ്യം ഇവരുടെ ആ ഒരു ഇഡ്ഡലി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഇതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ഞാൻ ഇവിടെ വന്ന് ഇവരുടെ മസാല ദോശ കഴിച്ചതാണ്. അപ്പോൾ ഇവരുടെ ഇഡ്ഡലി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം കേട്ടോ. കോക്കനട്ട് ചട്നിയും കൊള്ളാം. പിന്നെ അതുപോലെ അവർ ചട്നി പൗഡർ തന്നിട്ടുണ്ട്, ഓയിലൊക്കെ ഒഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ഡലി നല്ല സ്റ്റീമിങ് ഹോട്ടായിട്ടാണ് അവർ സെർവ് ചെയ്തത്. അതുപോലെ നല്ല സോഫ്റ്റാണ്. ഞാൻ എപ്പോഴും ഇഡ്ഡലി കഴിക്കുമ്പോഴേ ആ കോക്കനട്ട് ചട്നിയും അതുപോലെ ചട്നി പൗഡറും സാമ്പാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇഡ്ഡലിയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എത്ര പേരുണ്ട് ഇതുപോലെ ഇഡ്ഡലി കഴിക്കുന്നത്? എനിക്ക് എപ്പോഴും ഇഡ്ഡലി ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അതിനൊരു പ്രത്യേക സ്വാദാണ്. ഈ കറികളെല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരിക്കണം. ഇവിടെ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഇഡ്ഡലി വാങ്ങിയത്. ഇവർ തന്നേക്കുന്ന ഈ ഒരു കോക്കനട്ട് ചട്നി ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റിയാണ്. നല്ല കറക്റ്റ് പാകത്തിന് തന്നെ അരച്ചെടുത്തേക്കുന്ന ആ ഒരു കോക്കനട്ട് ചട്നിയാണ്. പിന്നെ ചട്നി പൗഡർ ഓയിലിൽ മിക്സ് ചെയ്തേക്കുന്നത് അതും കൊള്ളാം. സാമ്പാർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെ എരിവുണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കുമായിരുന്നു. കാര്യം ഞാൻ എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഡ്ഡലി ചട്നി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. അപ്പോൾ അതേ എൻ്റെ ഫേവററ്റ് ഐറ്റമായിട്ടുള്ള മസാല ദോശ അവർ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെയാണ് അവരത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. കോക്കനട്ട് ചട്നിയും സാമ്പാറും തന്നിട്ടുണ്ട്. അത് കൂടാതെ വേറെ 2 ചട്നിയും കൂടെ ഇവർ ഈ മസാല ദോശയുടെ കൂടെ തരുന്നുണ്ട്. മറ്റ് ഹോട്ടൽസിൽ കാണാത്ത ഒരു ഐറ്റമാണ് ഈ മുളക് ചമ്മന്തി. അതൊരു വെറൈറ്റി ഐറ്റമാണ്. പിന്നെ നേരത്തെ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ കിട്ടിയ ആ സാമ്പാറും അതുപോലെ കോക്കനട്ട് ചട്നിയും. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ മസാല ദോശ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ആ മസാല ഇരിക്കുന്ന പോർഷൻ പൊട്ടിച്ച് കഴിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മസാലയാണ് കേട്ടോ. നല്ല റിച്ച് ആയിട്ടുള്ള ആ ഒരു മസാലയാണ് അവർ സെർവ് ചെയ്യുന്നത് ഈ മസാല ദോശയുടെ കൂടെ. ശരിക്കും ഇതിന് ചട്നിയുടെ ഒന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് ഈ ദോശ കഴിക്കാൻ പറ്റും. ഈ ഒരു മുളക് ചമ്മന്തി ഉണ്ടല്ലോ, അതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്. കുറച്ച് പുളിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ടൊമാറ്റോ ചട്നിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി കോമ്പിനേഷൻ. എന്താണെങ്കിലും നമുക്ക് ആ കോക്കനട്ട് ചട്നിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ മസാല ദോശ ഒന്ന് കഴിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് എല്ലാം നല്ല സ്റ്റീമിങ് ഹോട്ടായിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നേരത്തെ എനിക്ക് കിട്ടിയ ഇഡ്ഡലിയും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ തന്നേക്കുന്ന മസാല ദോശയും നല്ല സ്റ്റീമിങ് ഹോട്ടായിട്ടുള്ള മസാല ദോശ. ഇതിനകത്ത് മസാല ഇരിക്കുന്നത് കണ്ടോ, നിറയെ മസാലയാണ്. ചില ഹോട്ടൽസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് മസാല തരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാനിപ്പോൾ മനസ്സിലാക്കിയത്, നിറയെ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ആ മസാല ദോശയാണ്. ഈ മുളക് ചട്നി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് കുറച്ചും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതൊരു സൂപ്പർ ടേസ്റ്റി ഐറ്റമാണ് കേട്ടോ. ഇത് ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്തിരുന്നെങ്കിൽ അതും ഒരു സൂപ്പർ ആയിരിക്കുമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ ഈ ഒരു മസാല ദോശയും അതുപോലെ ഇവിടുത്തെ ഈ ചട്നിയും ഇതൊരു ഉഗ്രൻ ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു മസാല ദോശ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഞാൻ ഏതായാലും വളരെ തൃപ്തനായിട്ടാണ് ഈ ഒരു മസാല ദോശ കഴിച്ചേക്കുന്നത്. നോർമലി ഇങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫിൽറ്റർ കോഫിയാണ് കുടിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫിൽറ്റർ കോഫി ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനൊരു ലൈം ടീ ആണ് ഓർഡർ ചെയ്തത്. ആ മസാല ദോശയൊക്കെ കഴിച്ചതുകൊണ്ട് ഒരു ലൈം ടീയും കൂടെ കുടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഹോട്ടൽ ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് നല്ല സൂപ്പറായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയൊരു ഹോട്ടൽ തന്നെയാണിത്.
അപ്പൊ വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ ഈ ആനന്ദ ഭവനിൽ നിന്ന് കഴിച്ചത്. അവിടുത്തെ മസാല ദോശയാണ് കഴിക്കാൻ പോയതെങ്കിൽ ഞാൻ ഒരു ഇഡ്ഡലിയും കൂടെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി, നല്ല സ്റ്റീമിംഗ് ഹോട്ടായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. മസാല ദോശ അടിപൊളി ഐറ്റമാണ്. അതിന്റെ കൂടെ കിട്ടുന്ന ചട്നിയാണ് ഏറ്റവും അടിപൊളി. അതിനകത്ത് ഒരു മുളക് ചട്നി ഉണ്ട്. ഒരുപാട് ഹോട്ടൽസിലൊന്നും ഞാൻ ഇങ്ങനെ മുളക് ചട്നി കണ്ടിട്ടില്ല, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റി ഒരു ഐറ്റമാണ്. ആ മസാല ദോശയുടെ കൂടെ അത് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഇപ്പൊ നിങ്ങൾ കൊല്ലം വഴി പോകുന്നുണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസ്റ്റോറന്റ് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ പല ആൾക്കാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഡൊമിനോ ദീപക്സ് ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൊമിനോ ദീപക്സ് ഒരു പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണം. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.